ശാന്തസുന്ദരമായ ബിഗ് ബോസ് ഹൗസ് ഇപ്പൊ വീണ്ടും ഓൺ ആയിരിക്കുകയാണ്. നമ്മുടെ നെവിന്റെ സംസാരമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഓൺ ആക്കിയിരിക്കുന്നത്. പക്ഷെ നെവിനും നല്ല പ്രഷറിലാണ് കേട്ടോ. കാരണം ആ ഒരു ടോപ്പ് 6 ഇപ്പൊ എത്തി. പക്ഷെ താനാണോ ഇനി അടുത്തത് പോകുന്നത് എന്നുള്ളൊരു പേടി നെവിനുണ്ട്. ആ ഒരു ടോപ്പ് 5 എന്തായാലും തനിക്ക് വരണം എന്നുള്ളൊരു ആവേശം, അതുപോലെ ഒരു ആഗ്രഹം ഒക്കെ നെവിനുണ്ട്. പക്ഷെ നെവിൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ഗെയിം വിട്ടു നിൽക്കുകയാണ്. ഗെയിം ഒന്നുമല്ല, ഇതൊന്ന് തീർന്ന് ആരായിരിക്കും എന്തായിരിക്കും, കാരണം ഇനി ഗെയിം ഇല്ല എന്നുള്ള ഒരു കാര്യം നെവിൻ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെ ആ ഒരു എന്താ പറയാ, തന്റെ ചുറ്റുമുള്ളവരെല്ലാം തന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരായിട്ട് കൺസിഡർ ചെയ്തിട്ട് അനുമോളെടുത്തും നൂറ, അതുപോലെ നമ്മുടെ അക്ബറിന്റെ അടുത്തൊക്കെ കുറെ പോയി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വൈബിൽ നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ അനുമോളും നെവിനും തമ്മിലുള്ള ചെറിയ കോൺവെർസേഷൻസ് വരുന്നുണ്ട്. അപ്പം അനുമോള് മനസ്സിൽ അടക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് അനുമോള് പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും പുറത്ത് എന്താണെന്ന് വലുതായിട്ട് അറിയില്ല. അപ്പൊ പുറത്തിന് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ കാണാം. പിന്നെ നെവിന്റെയും നൂറയുടെയും ആ ഒരു സെൽഫ് ടോക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നൂറയുടെ സെൽഫ് ടോക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു നൂറയുടെ കൂടെ ആദ്യം ഉണ്ടാകണം, അവസാനം വരെ അവരവിടെ നിൽക്കണം, ടോപ്പ് 5 ഉണ്ടാകണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. നമുക്ക് ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോ ശരിക്കും ഒരു കാര്യം കൂടെ ആദ്യം പറഞ്ഞേക്കാം. കുറെ പേരുടെ കമന്റ്സ് കണ്ടു. ഞാൻ കരുതി നിങ്ങളൊന്നും ശരിക്കും സീരിയൽ ഗ്രാൻഡ്മയോ അല്ലെങ്കിൽ എൻ്റെ പേര് സഫാന എന്നാണ്, അപ്പോൾ നിങ്ങൾ എന്നെ നോട്ടീസ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പം സീരിയൽ ഗ്രാൻഡ്മ എന്ന പേരിലാണ് ചാനൽ എന്നുള്ളത് കൊണ്ട് തന്നെ ശൈത്യയുടെ അമ്മ ഈ പേരിന് സീരിയൽ ഗ്രാൻഡ്മ എന്നുള്ള ചാനലിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഡിഫമേഷന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ ഞാനാണ് ആങ്കർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതെനിക്ക് നേരെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കട്ടപ്പ എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും പറയാം, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒരു സീൻ കണ്ടതിന് ശേഷം ആ ഒരു ബാഹുബലി സീൻ ക്രിയേറ്റഡ് ആക്കി ആ ഒരു വാക്ക് കൊണ്ടുവന്നത് പോലും ഓഡിയൻസ് ആണ്. അത് ബിഗ് ബോസിന്റെ തന്നെ ജെനുവിൻ പ്രേക്ഷകരുടെ റിവ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പേരുകളെല്ലാം എല്ലായിടത്തും വന്നിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഒരു വ്യക്തിയെ ചെയ്യില്ല. അത് എൻ്റെ ഒരു പ്രൊഫഷന് ഞാൻ കൊടുക്കുന്ന ഒരു നീതിയാണ്. പക്ഷെ റിവ്യൂ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സ്ട്രീം ഒക്കെ വരും. പിന്നെ ഒരു ചില ദിവസങ്ങളൊക്കെ ശരിക്കും ഞാൻ ഭയങ്കര ഡയല്യൂട്ട് ചെയ്തിട്ടേ പറയത്തുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതൽ നന്നായിട്ട് അഗ്രസീവായിട്ടൊക്കെ നമുക്ക് പറയാൻ തോന്നും കേട്ടോ. അതായത് ഇവരൊക്കെ എന്തുവാ ഈ ചെയ്യുന്നേ, ആ ഒരു വ്യക്തി എന്താ ചെയ്യുന്നേ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി തിരിച്ചു നോക്കാൻ നമുക്ക് നല്ല ദേഷ്യം വരും. ഈ പറയുന്ന കാണുന്ന ഓരോ വ്യക്തികൾക്കും ഇപ്പൊ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ചില മത്സരാർത്ഥികളൊന്നും തന്നെ നമുക്ക് ഒരു തരത്തിലും ഇപ്പൊ ഒരു മത്സരാർത്ഥികളും നമുക്ക് ഫേവറേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് തന്നെ കൺസിഡർ ചെയ്താലും നമുക്കൊന്നും ഫേവറേറ്റ് ഒന്നും ആവണമെന്നില്ല. ഇതൊരു പാർട്ട് ഓഫ് ജോബ് എന്ന് കൺസിഡർ ചെയ്ത് ചെയ്യുമ്പോൾ പോലും നമുക്ക് ചില ദിവസങ്ങളിൽ ഇതൊക്കെ എന്ത് ക്രൂവലാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യൂ എന്നൊക്കെ തോന്നിയാൽ പോലും ഞാൻ ഭയങ്കര ഡയല്യൂട്ട് ആക്കിയിട്ടേ കാര്യങ്ങൾ പറയാറുള്ളൂ. എനിവേ, എന്തായാലും ശൈത്യയുടെ ഫാമിലി, ശൈത്യയുടെ അമ്മ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. ശൈത്യ മാത്രമല്ല, ബിൻസി ആയിക്കോട്ടെ, അതുപോലെ മസ്താനി ആയിക്കോട്ടെ, ഇവരൊക്കെ. അതിനകത്ത് മസ്താനിയെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മസ്താനിക്ക് ഹേറ്റ്. മസ്താനിയുടെ ആ ഒരു എവിക്ഷൻ നടന്ന സമയത്ത് തന്നെ ഇത് മസ്താനിക്ക് എത്രത്തോളം അവിടെ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാകും എന്ന് കരുതി ഞാൻ ഡെയിലി പോയി നോക്കും. ഓരോരുത്തന്മാരൊക്കെ ഇടുന്ന കമന്റ്സുകൾ കഷ്ടം തോന്നിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്താനിയെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോ പോലും നമ്മളത് മസ്താനി എവിക്റ്റ് ആയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ആ ഒരു മൊമെന്റ് ഈ പറയുന്ന അപ്പാനി ഔട്ടായപ്പോൾ മസ്താനി കാണിച്ചത്, മസ്താനി ഇറങ്ങിയപ്പോൾ ആര്യൻ കാണിച്ചതും സെലിബ്രേറ്റ് ചെയ്തതും ഈ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ്. മില്യൺ വ്യൂസ് പോയി ഏഷ്യാനെറ്റ് പിൻ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷോയുടെ, റിയാലിറ്റി ഷോയുടെ ഫണ്ണാണ്. അതിനകത്ത് ഇൻവോൾവ്. ഇന്ന് നമ്മുടെ നെവിൻ പറയുന്ന, നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് വരികയാണെങ്കിൽ നെവിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നെവിൻ ഈ പറയുന്ന ബുള്ളിങ് ഒക്കെ അത് എൻജോയ് ചെയ്യും, ഇഷ്ടപ്പെടും. ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു വാക്ക് അതൊരിക്കലും എൻജോയ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ കഴിയുന്ന ഒരു കാര്യമല്ല. അത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇന്ന് ഈ പറയുന്ന ഓൺലൈൻ ത്രൂ എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഈ മുഖത്തടിക്കുക എന്ന് പറയുന്നതിലും വലിയ വേദന കൊടുക്കാൻ കഴിയുന്ന ഒരു സ്പേസ്, ആ സ്പേസ് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ തൊട്ട് മുന്നിലുണ്ട്. ജസ്റ്റ് ഈ രണ്ട് ഒരു ഫിംഗേഴ്സ് എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ആ സ്പേസ് ഉണ്ട് അവിടെ. പക്ഷേ നെവിൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ നെവിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു രീതിയിലാണ് നെവിൻ അതവിടെ പറയുന്നത്. എല്ലാവർക്കും അത്ര നിസ്സാരമായിട്ട് കാണാനൊന്നും കഴിയത്തില്ല. എനിവേ, ശൈത്യ അല്ലെങ്കിൽ ശൈത്യയുടെ ഫാമിലിക്ക്, ശൈത്യയുടെ അമ്മയ്ക്ക്, അവർക്കൊക്കെ ഇത് എത്രത്തോളം അഫക്റ്റ് ആയിട്ടുണ്ട്, ഈ ഒരു ചാനൽ കാരണമോ ഞാൻ കാരണമോ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും ഞാൻ അതിൽ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ബുള്ളിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻസ്, എൻ്റെ റിവ്യൂസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആരും തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആരെയും അങ്ങേയറ്റം തെറി വിളിക്കാറില്ല. അഥവാ തെറി വിളി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അനുമോൾക്കെതിരെയാണ്. അനുമോളുടെ പേര് ചേർത്തിട്ടാണ് അങ്ങേയറ്റം മോശം കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കി ആർക്കും തന്നെ, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കാം അത്രയും തീവ്രമായിട്ടുള്ള ചീത്തവിളികളൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കമന്റ് ബോക്സിൽ, ഇത് മീൻസ് സീരിയൽ ഗ്രാൻഡ്മയുടെ കമന്റ് ബോക്സിൽ. ഇനി നമുക്ക് ലൈവിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുടെ ഒരു സെൽഫ് ടോക്ക് കാണാൻ ഞാൻ കുറച്ച് ആവേശത്തോടെയാണ്. അനീഷിന്റെ സെൽഫ് ടോക്ക് വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. അക്ബറിൻ്റെത് കുറച്ചൊരു ഗാംഭീര്യമൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നെവിൻ ഒന്ന് കരഞ്ഞു പോകുമോ എന്ന് ഞാൻ കരുതി. കാരണം നെവിനോട് ബിഗ് ബോസ് പറഞ്ഞ വാക്കുകൾ സൂപ്പറായിരുന്നു. അതായത് ഒരുപാട് പേരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുറെ കുസൃതികൾ കാണിച്ചിട്ടുണ്ട്, ബിഗ് ബോസിന്റെ അടുത്ത് വന്ന് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്, കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ശാസിച്ചിട്ടുണ്ട് പലപ്പോഴും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നെവിൻ അവിടെ സക്സസ് ആണ്. നെവിൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അതേപോലെ തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെവിന്റെ എല്ലാ ഒരു സെൽഫ് ടോക്ക് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നൂറയെ വിളിക്കുന്നുണ്ട്, നൂറ അത് പറയുന്നുണ്ട്. നൂറയും ശരിക്കും പറഞ്ഞാൽ എന്തോ ലാസ്റ്റ് ടൈം എന്തോ എവിക്റ്റ് ആകുന്നു എന്നൊക്കെ ഗോസിപ്പ് കേൾക്കുന്നുണ്ട്. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ ഇത്രയും സ്ട്രോങ് ആയിട്ട് ടാസ്കുകൾ കളിച്ച് ജയിച്ച് തുടക്കം കുറച്ച് ലോ ആയി വന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മത്സരാർത്ഥികളായി പുറത്തൊരു ഫാമിലി പോലും സപ്പോർട്ട് ഇല്ലാത്ത ഈ ഒരു ഏജിൽ എത്താൻ ഒരാൾക്കും പറ്റാത്ത നിലയിലേക്ക് എത്തിയ രണ്ട് പെൺകുട്ടികളാണ് ആദിലയും നൂറയും. അവർക്ക് ശരിക്കും ഡിസേർവിങ് ആണ് അവർ. സ്ട്രോങ്ലി ഈ ഒരു സീസണിൽ ഇവർക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആരും ഇല്ല എന്ന് ഞാൻ തുടക്കമേ കണ്ടിരുന്നു. അതായത് ആദിലയ്ക്കോ നൂറയ്ക്കോ ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേറൊരാള് ഇല്ല, ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കുറച്ച് സ്ലോയിലും വലിയൊരു സംഭവം ഒന്നും ഇല്ല. പിന്നെ ഈ സീസണിലെ പ്രശ്നങ്ങൾ മൊത്തം നമുക്കറിയാം. അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് തക്കാളി കട്ട് തിന്നത്, പഞ്ചസാര കട്ട് തിന്നത്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ്. ഇവരുടെ ഒരു റിയൽ ലൈഫിൽ ഇവർ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ അത്ര നല്ല സ്പേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ടും അതിനകത്ത് ആദില പറയുന്നുണ്ട്, നമ്മളുടെ ഐഡിയോളജിക്ക് അനുസരിച്ചുള്ള ആൾക്കാരൊന്നും ഇല്ലെങ്കിലും അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് നിൽക്കാൻ തനിക്ക് പറ്റിയെന്ന് ആദില പറയുന്നുണ്ട്. ഞാനും പലതവണ പറഞ്ഞിട്ടുണ്ട്, അനുമോളുടെ ഐഡിയോളജിയോ അനുമോളുടെ ഒരു ക്യാരക്ടർ ഒന്നുമല്ല ആദിലയുടേത്. അനുമോള് വേറൊരു എക്സ്ട്രീമില് ഒരു ഗുഡ് പേഴ്സൺ ആണ്, ആദില വേറൊരു കുറെ അധികം പ്രോഗ്രസീവ് തോട്ടിൽ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പലതവണ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഈ രണ്ടു പേരോടും സംസാരിച്ചിട്ടുള്ളത്. അവര് എവിക്റ്റ് ആകുന്ന നൂറെങ്കിലും ആ ഒരു ടോപ്പ് 5 നിൽക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അറിയില്ല, എന്തായാലും ശരി, ആ ഒരു എവിക്ഷന്റെ സംഭവം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ലൈവിൽ നടന്ന ഈ നെവിൻ അനുമോൾ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആ റീ എൻട്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നടന്നിട്ട്, അതായത് ബിഗ് ബോസ് ഹൗസിൽ അവർ എന്തൊക്കെ ചെയ്തോ അതിനൊക്കെ പുറത്ത് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അനുമോള് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് തനിക്ക് നേരെ എല്ലാവരും കാണിച്ചത്. പക്ഷേ അവർ വന്ന് ഇതൊക്കെ ചെയ്തല്ലോ, അത് അത്രയും ക്രൂവലായിരുന്നു, ഭയങ്കരമായിട്ടും ചെളിവാരി എറിഞ്ഞു. അവര് തിരിച്ചിറങ്ങുമ്പോഴും അവർക്ക് ആ ചെളിവാരി എറിയൽ കിട്ടും എന്ന് അനുമോൾക്ക് അറിയാം. അത് അനുമോൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊന്നും ആയിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇതേണൊക്കെ വലിയ റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ ഇതിനു മുൻപ് കുറേയധികം ട്രോളുകളും നെഗറ്റീവായിട്ടുള്ള കുറെ കമന്റ്സുകളും ഒക്കെ താൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പുറത്തിറങ്ങി ആരെയും ചെളിവാരി എറിയത്തില്ല, ഞാൻ ഒന്നിനും പോകത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് നെവിൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടുന്ന് ഇറങ്ങിയാൽ നിന്നെ ഞാൻ വിളിക്കത്ത കൂടിയില്ല എന്നാണ് നെവിൻ പറയുന്നത്. അപ്പം സ്റ്റിൽ നെവിനും അനുമോളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ,
നെവിനും അനുമോളും തമ്മിലായിരുന്നു വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത്. നെവിൻ അത് ഓൾറെഡി അത് കോംപ്രമൈസ് ചെയ്തതാണ്, റീ എൻട്രിക്ക് മുന്നേ കോംപ്രമൈസ് ചെയ്തതാണ്. അത് ഈ പറയുന്ന അനുമോളും അക്ബറും ഒക്കെ ഈ റീ എൻട്രിക്ക് മുന്നേ കോംപ്രമൈസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തെ PR ആയിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറെ ഓഡിയൻസ്, ഒരു എല്ലാ ഓഡിയൻസ് ഒന്നും അല്ല, കുറേയധികം നല്ല ജെനുവിൻ ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ പുറത്ത് നടന്നതാണ് യഥാർത്ഥത്തിൽ ബിഗ് ബോസിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു സീസൺ ബിഗ് ബോസ് വീടിന്റെ അകത്ത് നല്ലതായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പുറത്താണ് ചുമ്മാ കിടന്ന്, അതും ബിഗ് ബോസിൽ മത്സരിക്കാത്ത ആൾക്കാർ വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയിട്ട് സത്യം പറഞ്ഞ ബിഗ് ബോസിന് പുറത്ത് മാറി. എന്തായാലും ശരി, ഈ ഒരു സീസൺ ഇങ്ങനെ അവസാനിക്കാറായി നിൽക്കുമ്പോൾ ഇത് അവസാനിച്ച് കഴിഞ്ഞ് ആരെന്ത് എങ്ങനെയെന്നൊക്കെയുള്ളത് നമുക്ക് അറിയത്തില്ല. ഏതായാലും ശരി, കപ്പ് ആര് ഉയർത്തും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. എല്ലാവരും പറഞ്ഞു അനുമോൾ അനുമോൾ അനുമോൾ. ഇപ്പൊ ആ ഒരു ഇത് മാറി കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അനീഷിന് പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അക്ബർ കയറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു മണിക്കൂറുകൾ, ഇന്നത്തെ ഈ ഒരു നിമിഷങ്ങൾ മാത്രമാണ് ഇനി ലൈവായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ആൻഡ് അഗെയിൻ വൺ തിങ്, ഒരാളെയും, അനുമോൾ ആയിക്കോട്ടെ, അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരായിക്കോട്ടെ, ആരെയും തന്നെ നിങ്ങൾ നിങ്ങളുടെ മാന്യമായ ഭാഷയിലുള്ള റിവ്യൂസ് പറഞ്ഞാൽ മതി, ചീത്ത വിളിക്കണ്ട. പിന്നെ നെവിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഈ പറയുന്ന അവരൊക്കെ എന്നെ ബുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് കമന്റ് പറയുന്നു, ഞാൻ അതിൽ പോയി കളിക്കുന്നു. അതുപോലെയാണ് അവരെല്ലാവരും. ഈ ഒരു സീസണിൽ 25 പേരും ശരിക്കും പറഞ്ഞാൽ വിജയികളാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സീസണിലെ മത്സരാർത്ഥി എന്നുള്ളൊരു പേര് അവർക്കുണ്ട്. നമ്മളൊക്കെ ഈ സീസണിൽ കമന്റ് അടിക്കുന്നവരാണ് എന്നുള്ളൊരു പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.